നമസ്കാരം, ഞാൻ വിഷ്ണു പ്രകാശ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിമുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലത്തിലോട്ട് പോകാം. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. On 28th November 2016, fire occurred in the premises of Govind Traders. Most of the stock was destroyed except some goods costing rupees 8,500. കുറച്ച് ഗുഡ്സ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. റുപ്പീസ് 8,500 റുപ്പീസിന്റെ ഗുഡ്സ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. തീപിടുത്തം ഉണ്ടായിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 18th November 2016 which was saved in the good condition. In addition, some stock was salvaged in the damaged condition and it is valued was estimated rupees 3,500. Yes. അപ്പോൾ നമ്മൾ നോക്കി, സാൽവേജ്ഡ് വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ റിക്കവർ ചെയ്ത ഗുഡ്സിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 8,500 റുപ്പീസിൻ്റെത് ഗുഡ് കണ്ടീഷനിൽ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചു. ദെൻ അത് കൂടാതെ എന്താണ്, ഒരു 3,500 റുപ്പീസ് സാൽവേജ്ഡ് എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ രണ്ട് എമൗണ്ടും നമുക്ക് എന്താണ് റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നതാണ്. ഫ്രം ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് വെയർ അവൈലബിൾ. സ്റ്റോക്ക് 1st April 2016 അവൈലബിൾ ആയിട്ടുള്ള തന്നിട്ടുണ്ട്. പർച്ചേസ് ഫ്രം 1/4/2016 to 18/11/2016 അപ് ടു ദ ഡേറ്റ് ഓഫ് ഫയർ വരെയുള്ള നമുക്ക് തന്നിട്ടുണ്ട്. സെയിൽസും ഫയർ തീപിടുത്തം ഉണ്ടാകുന്ന ഡേറ്റ് വരെയുള്ള തന്നിട്ടുണ്ട്. ക്യാരേജ് ഓൺ പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ഓൺ ദ ബേസ് ഓഫ് ഫാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഇറ്റ് ഈസ് അപ്പിയർ ദാറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ആർ ഈസ് 33.1/3% ഓൺ കോസ്റ്റ്. യെസ്, അപ്പം ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. 33.1/3% ഓൺ കോസ്റ്റ്. കോസ്റ്റിന്റെ 33 1/3% ആണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റിന്റെ ആണ് തന്നിരിക്കുന്നത്, നമുക്ക് കണ്ടുപിടിക്കേണ്ട സെയിൽസിന്റെ ആണ്. ദെൻ സ്റ്റോക്ക് വാസ് ഇൻഷുർഡ് ഫോർ rupees 45,000. യെസ്, സ്റ്റോക്ക് അവർ ഇൻഷുർ ചെയ്തിരിക്കുന്നത് 45,000 റുപ്പീസിനാണ്. ആവറേജ് ക്ലോസ് കാണണോ വേണ്ടോ എന്നൊക്കെ നമുക്ക് ഈ 45,000 ഡിപ്പെൻഡ് ചെയ്ത് തീരുമാനിക്കാം. കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ക്ലെയിം. ഇത്രയുമാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് പ്രോബ്ലത്തിലോട്ട് പോകാം. നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രീവിയസ് ഇയർ ട്രേഡിംഗ് അക്കൗണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്, നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഹിന്റ് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ കറണ്ട് ഇയറിലെ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അതിന്റെ ബേസിൽ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1 ചെയ്യാം. അസർടൈൻമെന്റ് ഓഫ് സ്റ്റോക്ക് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ഫയർ. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ്, ദെൻ ഹെഡിങ് എഴുതുക മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ പീരീഡ് ഫ്രം 1st April 2016 to 18th November 2016. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓൺ 1st April 2016. അപ്പൊ നമുക്ക് എഴുതാം ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട്സ് ടു റുപ്പീസ്. ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട് 47,000 റുപ്പീസ്. യെസ്, 47,000 റുപ്പീസ്. സെക്കൻഡ് ഐറ്റം പർച്ചേസ് ആണ്. പർച്ചേസ് ഫ്രം 1/4/2016 to 18/11/2016. സെക്കൻഡ് ഐറ്റം ടു പർച്ചേസ്, ടു പർച്ചേസ് എമൗണ്ട്സ് ടു റുപ്പീസ് 1,66,000 റുപ്പീസ്. 1,66,000 റുപ്പീസ്. ഡയറക്റ്റ് വേജസ് നമുക്ക് തന്നിട്ടുണ്ട്. ക്യാരേജ് ഓൺ പർച്ചേസും തന്നിട്ടുണ്ട്. രണ്ട് എമൗണ്ട് കൂടെ ചേർത്ത് 12,000 റുപ്പീസ്. അപ്പം ക്യാരേജ് ആൻഡ് വേജസ് ടു ക്യാരി ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരേജ് ആൻഡ് വേജസ്, ക്യാരേജ് ആൻഡ് വേജസ് എമൗണ്ട് രണ്ടും കൂടെ ചേർത്ത് 12,000 റുപ്പീസ്. 12,000 റുപ്പീസ് തന്നിട്ടുണ്ട്. 12,000 റുപ്പീസ്. യെസ്. ദെൻ നെക്സ്റ്റ് ഐറ്റം തന്നിരിക്കുന്നു. ക്രെഡിറ്റ് സൈഡിലോട്ട് വന്നാൽ സെയിൽസ് അപ് ടു 18/11/2016. സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ബൈ സെയിൽസ്, ബൈ സെയിൽസ് എമൗണ്ട് 2,20,000. 2,20,000 റുപ്പീസ്. ഇനി നമുക്ക് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം ബാലൻസിങ് കിട്ടുന്നതാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് നമുക്ക് വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഹിന്റ് എന്ന് പറയുന്നത് ദ ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് ഈസ് 33.1/3 ഓൺ കോസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റിന്റെ
33 1/3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇഫ് റെഡിമെയ്ഡ് ഗ്രോസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് നോട്ട് അവൈലബിൾ, ഇറ്റ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഗിവൺ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ പാസ്റ്റ് അക്കൗണ്ടിംഗ് പീരീഡ്. അപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് തന്നിട്ടില്ല എങ്കിൽ, ഇവിടെ റെഡിമെയ്ഡ് ഗ്രോസ് പ്രോഫിറ്റ് ആണോ? അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അത് കണ്ടുപിടിക്കാനായിട്ട് പ്രീവിയസ് ഇയറിലെ ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു ഹിന്റ് കൂടെ തന്നിട്ടുണ്ട്. 33 1/3% ഓൺ കോസ്റ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? അറ്റ് ദ ടൈം ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ സെയിൽസ്, സെയിൽസിന്റെ സർട്ടൺ പെർസെന്റ് ആണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 1/3 ഓൺ കോസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1/3 ഓൺ കോസ്റ്റ്. 1/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 33 1/3 അല്ല, 33.33% നമുക്ക് പറയാം. 1/3 ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1/4 ഓൺ സെയിൽസ്. യെസ്, എന്താണ് 1/3 ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുത്തോണം? 1/4 ഓൺ സെയിൽസ് എന്ന് എടുത്തോണം. ദെൻ 1/2 ഓൺ കോസ്റ്റ് എന്നാണ് പറയുന്നതെങ്കിൽ 1/2 ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1/3 ഓൺ സെയിൽസ്. യെസ്, സിമിലർലി 1/4 ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1/5 ഓൺ സെയിൽസ്. യെസ്, അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആലോചിച്ചോണം, 1/3 ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1/4 ഓൺ സെയിൽസ് ആണ്. കോസ്റ്റിന്റെ 1/3 ഭാഗം എന്ന് പറയുന്നത് സെയിൽസിന്റെ 1/4 ഭാഗത്തിന് ഈക്വൽ ആണ്. അല്ലെങ്കിൽ കോസ്റ്റിന്റെ 2/1 ഭാഗം എന്ന് പറയുന്നത് സെയിൽസിന്റെ 3/1 ഭാഗത്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് കോസ്റ്റിന്റെ 1/3 എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് സെയിൽസിന്റെ എത്രയാണ്? സെയിൽസിന്റെ 1/4 ആണ്. നമുക്ക് എത്രയാണ് സെയിൽസ് തന്നിരിക്കുന്നത്? ബൈ സെയിൽസ് 2,20,000. Therefore, gross profit is equal to എങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം? സെയിൽസിന്റെ 1/4%. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25% നമുക്ക് വേണമെങ്കിൽ പറയാം. യെസ്, സെയിൽസിന്റെ 1/4 കാണുക. 2,20,000. സെയിൽസ് 2,20,000 ഇൻറ്റു 1/4 അല്ലെങ്കിൽ 25%. 1/4 കാണുമ്പോഴത്തേക്ക് എത്രയാണ് വരുന്നത്? യെസ്, 55,000 റുപ്പീസ്. 55,000 റുപ്പീസ്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കിട്ടി. എത്രയാണ്? 55,000 റുപ്പീസ് എന്ന് കിട്ടി. യെസ്, നമുക്ക് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതാം. എന്തെഴുതാം? ടു ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 55,000 റുപ്പീസ്. ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് മിസ്സിംഗ് ഫിഗർ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് സ്റ്റോക്ക്. പെട്ടെന്ന് ബാലൻസ് ചെയ്തേക്കുക. ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് 2,80,000 റുപ്പീസ്. ടോട്ടൽ എന്ന് പറയുന്നത് 2,80,000 റുപ്പീസ്. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും നമുക്ക് എഴുതാം 2,80,000 റുപ്പീസ്. ഇനി ബാലൻസ് ചെയ്തേക്കുക. ബാലൻസിങ് ഫിഗർ ആയിരിക്കും നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ബാലൻസ് ചെയ്തേക്കുക ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് ബ്രാക്കറ്റിൽ എഴുതുക ബാലൻസിങ് ഫിഗർ എമൗണ്ട് എത്ര വന്നു? 60,000 റുപ്പീസ്. 60,000 റുപ്പീസ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള സ്റ്റെപ്പ് നമ്പർ 1 അസർടൈൻമെന്റ് ഓഫ് സ്റ്റോക്ക് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ഫയർ കിട്ടി. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഗുഡ്സിന് സാൽവേജ് വാല്യൂ കിട്ടിയിട്ടുണ്ട്. 8,500 റുപ്പീസ് ഗുഡ് സ്റ്റോക്കായിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചു. അതുപോലെ എന്താണ് ഡാമേജ് വന്ന സ്റ്റോക്കിൽ നിന്ന് 3,500 റുപ്പീസ് റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടും കൂടെ ചേർത്ത് 12,000 റുപ്പീസ് റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പം ഏത് സ്റ്റെപ്പ് എഴുതണം? സ്റ്റെപ്പ് നമ്പർ 2 അസർടൈൻമെന്റ് ഓഫ് നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക്. സ്റ്റെപ്പ് നമ്പർ 2 ആവശ്യമായിട്ടുള്ള അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്ലെയിം ഫോർ ലോസ് ഓഫ് സ്റ്റോക്ക് ആസ് ഓൺ 18 നവംബർ 2016. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്ലെയിം കണ്ടുപിടിക്കാനുള്ള, നെറ്റ് ക്ലെയിം കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്
book value of stock on 18/11/2016. Yes, book value of stock ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ബുക്ക് വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്ന് വരെയുള്ളതാണ്, തീപിടുത്തം ഉണ്ടാകുന്നിടം വരെയുള്ള. ഈ ഫിഗർ നമുക്ക് എവിടെ നിന്ന് കിട്ടും? സ്റ്റെപ്പ് നമ്പർ 1 നിന്ന് കിട്ടും. അസറ്റ്മെന്റ് ഓഫ് സ്റ്റോക്ക് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ഫയർ, ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ അറ്റ് ₹60,000. 60,000 rupees എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. യെസ്, 60,000. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനാണ്. നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? റിക്കവർ ആയിട്ടുള്ള എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ, സാൽവേജ് വാല്യൂ ആയിട്ടോ ഗുഡ് കണ്ടീഷനിലുള്ള ഗുഡ്സ് ആയിട്ടോ നമുക്ക് എന്തെങ്കിലും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ? ഡിഡക്റ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ലെസ് സാൽവേജ്ഡ്. നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് രണ്ട് രീതിയിലാണ്. ഗുഡ് കണ്ടീഷനിലുള്ള ഗുഡ്സ് ഉണ്ട് 8,500 rupeesന്റെ. യെസ്, 8,500 പ്ലസ് സാൽവേജ്ഡ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടി 3,500. ദെൻ ടോട്ടൽ എമൗണ്ട് 12,000 rupees. അങ്ങനെ നമുക്ക് എന്താണ്? നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് കണ്ടുപിടിക്കാം. ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് ഫിഗർ 48,000 rupees. ഈ 48,000 rupeesനെ നമുക്ക് വിളിക്കാം ലോസ് ഓഫ് സ്റ്റോക്ക്, ലോസ് ഓഫ് നെറ്റ് സ്റ്റോക്ക്, ലോസ് ഓഫ് സ്റ്റോക്ക്. ഒരു എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഈ ഹെഡിങ്ങുകൾ സ്പെസിമെനും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ലോസ് ഓഫ് സ്റ്റോക്ക്. അങ്ങനെ നമ്മൾ എന്താണ്? ലോസ് ഓഫ് സ്റ്റോക്ക് കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നില്ല, തേർഡ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, അസർടൈൻമെന്റ് ഓഫ് ക്ലെയിം ടു ബി ലോഡ്ജ്ഡ് ഓർ ആപ്ലിക്കേഷൻ ഓഫ് ആവറേജ് ക്ലോസ്. ആപ്ലിക്കേഷൻ ഓഫ് ആവറേജ് ക്ലോസ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന എന്തിനെ ബേസ് ചെയ്താണ്? ക്ലോസിംഗ് സ്റ്റോക്കിനെയും അതുപോലെ ഇൻഷുർഡ് എമൗണ്ടിനെയും നോക്കിയാണ്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്, അല്ലെ സ്റ്റോക്ക് അറ്റ് ദ ഡേറ്റ് ഓഫ് ഫയർ എന്ന് പറയുന്നത് 60,000 rupeesഉം നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് ക്ലെയിം അല്ലെങ്കിൽ പോളിസി എന്ന് പറയുന്നത് 45,000 rupeesന്റെയാണ്. യെസ്, അപ്പൊ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്കിനേക്കാൾ കുറവാണ് ഇൻഷുർഡ് എമൗണ്ട്, വിച്ച് മീൻസ് അണ്ടർ ഇൻഷുറൻസ് ആണ്. അണ്ടർ ഇൻഷുറൻസ് ആണെങ്കിൽ അവിടെ എന്ത് അപ്ലൈ ചെയ്യണം? ആപ്ലിക്കേഷൻ ഓഫ് ആവറേജ് ക്ലോസ്. യെസ്, സ്റ്റെപ്പ് നമ്പർ 3. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, അസർടൈൻമെന്റ് ഓഫ് ക്ലെയിം ടു ബി ലോഡ്ജ്ഡ് ഓർ ആപ്ലിക്കേഷൻ ഓഫ് ആവറേജ് ക്ലോസ്. അതിന്റെ ഫോർമുല നമുക്കറിയാം. ക്ലെയിം ടു ബി ലോഡ്ജ്ഡ് ഈസ് ഈക്വൽ ടു നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് ഇൻടു പോളിസി വാല്യൂ ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓൺ ദ ഡേറ്റ് ഓഫ് ഫയർ. യെസ്, ഈ ഫോർമുലക്കകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് എവിടെ നിന്ന് കിട്ടും? സ്റ്റെപ്പ് നമ്പർ 2, അസർടൈൻമെന്റ് ഓഫ് നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക്. അവിടെ നമുക്ക് നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് കിട്ടി. എമൗണ്ട് എത്രയാണ്? 48,000 rupees. 48,000 rupees ഇൻറ്റു പോളിസി വാല്യൂ. പോളിസി വാല്യൂ എവിടെ നിന്ന് കിട്ടി? ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടായിരിക്കും പോളിസി വാല്യൂ എന്ന് പറഞ്ഞുകൊണ്ട്. പോളിസി വാല്യൂ തന്നിട്ടില്ല എങ്കിൽ സ്റ്റെപ്പ് നമ്പർ 3 നമുക്ക് ആവശ്യമില്ല. പോളിസി വാല്യൂയും ക്ലോസിംഗ് സ്റ്റോക്കും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പോളിസി വാല്യൂ ഹയർ ആണെങ്കിൽ അവിടെ നമുക്ക് സ്റ്റെപ്പ് നമ്പർ 3 ആവശ്യമില്ല. ഈ കേസിനകത്ത് അപ്ലൈ ചെയ്യണം. അപ്പൊ പോളിസി വാല്യൂ 45,000 rupees. 45,000 rupees divided by വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓൺ ദ ഡേറ്റ് ഓഫ് ഫയർ. തീപിടുത്തം ഉണ്ടാകുന്ന ഡേറ്റിലെ സ്റ്റോക്കിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടി? സ്റ്റെപ്പ് നമ്പർ 1, അസർടൈൻമെന്റ് ഓഫ് സ്റ്റോക്ക് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ഫയർ. തീപിടുത്തം ഉണ്ടാകുന്ന ഡേറ്റിലെ നമ്മുടെ സ്റ്റോക്കിന്റെ വാല്യൂ 60,000 rupees ഡിവൈഡഡ് ബൈ 60,000. യെസ്, കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എത്രയാണ്? ₹36,000. ₹36,000. യെസ്, 36,000 rupees എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് എന്തെന്ന് പറയുന്നത്? അസർടൈൻമെന്റ് ഓഫ് ക്ലെയിം ടു ബി ലോഡ്ജ്ഡ് എന്ന് പറയുന്നത്. യെസ്, ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് ക്ലെയിമിനകത്ത് ക്ലെയിം ടു ബി ലോഡ്ജ്ഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള 3 സിമ്പിൾ സ്റ്റെപ്പ്. അസർടൈൻമെന്റ് ഓഫ് സ്റ്റോക്ക് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ഫയർ, അസർടൈൻമെന്റ് ഓഫ് നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക്, അസർടൈൻമെന്റ് ഓഫ് ക്ലെയിം ടു ബി ലോഡ്ജ്ഡ്. യെസ്, ഇപ്പോൾ കൂടുതൽ പ്രോബ്ലം ഇതുപോലെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ആയി എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഇതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.